എല്ലാവർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ജയിലിൽ നിന്ന് വിക്രമിനെ നേരെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. കൈവിലങ്ങുകൾ അണിഞ്ഞാണ് വിക്രം തന്റെ വീട്ടിലേക്ക് നടന്നു കയറുന്നത്. വന്നപാടെ വിശ്വേട്ടന്റെ ദേഹത്തേക്ക് വിക്രം വീണ കരയുന്നു. ഇത് കണ്ടപാടെ വിശ്വേട്ടൻ പോലീസുകാരോട് ആവശ്യപ്പെടുന്നു, ഇനിയെങ്കിലും അവന്റെ വിലങ്ങുകളൊന്ന് അഴിച്ചൂടെ. അങ്ങനെ വിക്രം തന്റെ അമ്മയെ അവസാനമായി കാണാൻ എന്നോണം അങ്ങോട്ടേക്ക് ചെല്ലുന്നു. അമ്മയെ കിടത്തിയേക്കുന്നതിന്റെ തൊട്ടടുത്തായി തന്നെ ശ്രീചേട്ടത്തി അതിന്റെ എഴുത്തിയിരിപ്പുണ്ട്. എല്ലാവരും നോക്കി നിൽക്കെ തന്നെ വിക്രം അമ്മയുടെ കാലിലേക്ക് വീണ് കരയുകയാണ്. ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്ന മാഷ് വിക്രമിനെ എഴുന്നേൽപ്പിക്കുന്നു. മാഷ് വിക്രമിനെ ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കുന്നു. ഇതേ സമയം തന്നെ വേദിയും കുഞ്ഞിനെ അന്വേഷിച്ചുകൊണ്ട് ആംബുലൻസ് ഡ്രൈവർ സിസ്റ്ററിനടുത്ത് എത്തുന്നുണ്ട്. ആ തരുൺ ദബാഗിന്റെ ഭാര്യ മരിച്ചു പോയില്ലേ, കുട്ടിയും മരിച്ചെന്നാണല്ലോ കേട്ടത്. എന്നാൽ ഇത് കേൾക്കുന്ന സിസ്റ്റർ, ആര് പറഞ്ഞു കുട്ടി രക്ഷപ്പെട്ടു? അപ്പൊ പിന്നെ ആരുടെ കുട്ടിയാ മരിച്ചതെന്നാണ് സിസ്റ്ററിനോട് അയാൾ ചോദിക്കുന്നത്. അത് മറ്റൊരു സ്ത്രീയുടെ കുട്ടിയാണെന്നാണ് സിസ്റ്റർ പറയുന്നത്. ഈ സമയം തന്നെ അയാൾ തന്റെ ഫോൺ എടുത്ത് വേദയുടെ ഫോട്ടോ കാണിച്ച് ഇവരുടെ കുട്ടിയാണോ എന്ന് ചോദിക്കുന്നു. തനിക്കെങ്ങനെ ഇവരുടെ ഫോട്ടോ കിട്ടിയെന്ന് സിസ്റ്റർ തിരിച്ചു ചോദിക്കുമ്പോൾ ഒരു ബന്ധു അയച്ചു തന്നതാണ് ഇവരുടെ വിശേഷം അറിയാൻ വേണ്ടി. വേദ പറഞ്ഞു വെച്ചതുപോലെ അവരങ്ങനെ തന്നെ പറയുന്നു വേദയുടെ കുഞ്ഞാണ് മരിച്ചതെന്ന്. ഈ സമയം നാട്ടിലാകട്ടെ കമലയുടെ കർമ്മങ്ങൾ ഓരോന്നായി നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സമയം ഡൽഹിയിലാകട്ടെ തരുൺ തന്റെ ഭാര്യയായിട്ടുള്ള രാധയുടെ അവസാന കർമ്മങ്ങളും ചെയ്യുകയാണ്. തന്റെ കുഞ്ഞാണെന്ന് വിചാരിച്ച് വേദയുടെ കുഞ്ഞിനെ കൂട്ടിയാണ് തരുൺ എല്ലാം തന്നെ ചെയ്യുന്നത്. അതെല്ലാം അവസാനിച്ച ശേഷം സീതലക്ഷ്മി പറയുന്നുണ്ട് ഉടനെ തന്നെ കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം, മോളെ ഞാൻ കൊണ്ടുവന്നോളാം എന്ന് പറഞ്ഞ് തരുൺ ആ കുട്ടിയുമായി ജീപ്പിൽ കയറി എങ്ങോട്ടേക്കോ പോകുന്നു. ഈ സമയം തന്നെ ഡോക്ടർ ആകട്ടെ വേദയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ചെയ്തത് അല്പം വളഞ്ഞു പോയെന്നാണ് എനിക്കൊരു സംശയം. തരുൺ എന്തെങ്കിലും സത്യാവസ്ഥ മനസ്സിലാക്കുമ്പോൾ ഞങ്ങളെ കൂടി കുറ്റപ്പെടുത്തില്ലേ? ഇപ്പോൾ തന്നെ തരുണിനോട് സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നതാണ് നല്ലതെന്നാണ് വേദയോട് അവർ പറയുന്നത്. തരുണിന്റെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിൽ അത് വേണ്ടെന്നും രാധികയുടെ ഷോക്കിൽ നിന്ന് തരുൺ റിക്കവർ ആവുന്ന ആ നിമിഷം ഞാൻ തന്നെ കാര്യങ്ങൾ പറഞ്ഞ് വിശദീകരിച്ചോളാമെന്നാണ് വേദ പറയുന്നത്. അങ്ങനെ അല്പം കൂടി വൈകിയ ശേഷം തരുൺ കുഞ്ഞുമായി ഹോസ്പിറ്റലിലേക്ക് വരുന്നു. ഇത് കാണുന്ന ശ്രീലക്ഷ്മി, ഇത്രയും നേരം നീ എവിടായിരുന്നു? കുഞ്ഞിനെ കാണാതെ അവള് കാത്തിരിക്കില്ലേ? ആര് കാത്തിരിക്കാൻ? അവള് പോയില്ലേ എന്നാണ് തരുൺ ചോദിക്കുന്നത്. അതല്ലടാ, കുഞ്ഞിന് വിശക്കില്ലേ എന്നാണ് അമ്മ പറയുന്നത്. അങ്ങനെ വേദയുടെ അടുത്തേക്കായി ആ കുഞ്ഞിനെ കൊണ്ടുപോകുന്നു. നഴ്സ് വേദയുടെ അടുത്ത് കുഞ്ഞിനെ ഏൽപ്പിച്ച ശേഷം തിരിച്ചു മടങ്ങുന്നുണ്ട്. സേതുലക്ഷ്മി അകത്ത് കയറി വേദയെ കാണുമ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, ഇത്രയും നേരം ഇതെവിടായിരുന്നു? കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് തന്നെ ഒത്തിരി നേരമായില്ലേ? രാധികയുടെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ ശേഷം എന്നോടൊന്നും പറയാതെ തരുൺ കുഞ്ഞുമായി ഇങ്ങോട്ടേക്കോ പോയി. ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഇതെല്ലാം കൂടി അവസാനം വലിയ പ്രശ്നത്തിലേക്ക് ചെന്നെത്തുമോ എന്നാണ് എനിക്കൊരു സംശയമെന്ന് സേതുലക്ഷ്മി വേദിയോടായി പറയുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡോടെ അവസാനിച്ചിരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.